രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി വിജയം ലഭിക്കുകയാണ്. അതോടെ അദ്ദേഹത്തിനെ അയോഗ്യനാക്കണം എന്ന CPM-ന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. അതായത് പരസ്പര സമ്മതത്തോടുള്ള ബന്ധം കുറ്റകരമല്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞപ്പോഴാണ് രാഹുലിന് ജാമ്യം കിട്ടിയത്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. CPM-ഉം BJP-യും ഒന്നിച്ചു നിന്ന് ആക്രമിച്ചിട്ടും മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പോലീസിനെ വിന്യസിച്ചിട്ടും കള്ളക്കേസിലകത്ത് കിടത്തിയിട്ടും പകതീരാത്ത ഭരണപക്ഷം മാങ്കൂട്ടം MLA-യെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള തിരക്കിലാണുള്ളത്. അതിന്റെ ഭാഗമായി ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA എന്ന പേര് ചാർത്തിക്കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ തീയതിയും മുഹൂർത്തവും കുറിച്ചിരിക്കുകയാണ് CPM നേതൃത്വം. തിങ്കളാഴ്ചയാണ് തീരുമാനമെടുക്കാൻ യോഗം ചേരുന്നത്. അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്ന പരാതി നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി 2-ാം തീയതി തിങ്കളാഴ്ച പരിഗണിക്കുകയാണ്. വാമനപുരം MLA-യും CPM നേതാവുമായ DK മുരളി നൽകിയ പരാതിയാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ബലാത്സംഗ കേസിലെ പ്രതിയായ മുകേഷ് MLA-യെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തി ചാരിത്ര പ്രസംഗം നടത്തുന്ന CPM രാഹുൽ മാങ്കൂട്ടത്തെ ക്രിമിനൽ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായി മുകേഷ് MLA-യെ നിയോഗിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. ഏതായാലും രാഹുലിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാകും കമ്മിറ്റി തീരുമാനമെടുക്കുക എന്നാണ് അറിയുന്നത്. പക്ഷേ നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭാ സമ്മേളനം തീരും മുമ്പ് തീരുമാനം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവരുടെ വാദം എന്ന് പറയുന്നത് നിരന്തരം പീഡന കേസിൽ പ്രതിയായ MLA-യെ അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുലിനെതിരായ പരാതി സ്പീക്കർ പരിഗണിച്ച് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സഭയ്ക്ക് വേണമെങ്കിൽ അയോഗ്യനാകാം. ഈ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിലുള്ള നടപടിക്രമങ്ങൾ തീർക്കുകയാണ് വെല്ലുവിളി. രാഹുലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് പറയുമ്പോഴും അയോഗ്യതാ നീക്കത്തിൽ കോൺഗ്രസിന് സംശയങ്ങളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനമെന്നും സൂചനകളുണ്ട്. അങ്ങനെ വരുമ്പോൾ സമാന കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ മറ്റ് MLA-മാരുടെ കാര്യമടക്കം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM ആവശ്യപ്പെടുമ്പോഴും പാർട്ടി അയോഗ്യതയിൽ നയപരമായ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വിവരം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ അത്ര പെട്ടെന്ന് തൊടാനുള്ള കഴിവൊന്നും CPM-നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കോടതി പറയുന്നതാണ് ഈ രാജ്യത്തെ നിയമം, അല്ലാതെ സഖാക്കളും പിണറായും പറയുന്നതല്ല. അതുകൊണ്ട് മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചതെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് 8-ന്റെ പണിയായിരിക്കും.